പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിൽ സാധിക്കുന്ന എല്ലാവരും സമ്പൂർണ്ണ ബൈബിൾ കൈകളിലെടുത്ത് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനങ്ങളും നിങ്ങൾ അടിവരയിട്ട് എഴുതിയെടുത്ത് പിന്നീട് വായിച്ച് ധ്യാനിച്ച് കൂടുതൽ അഭിഷേകത്തിൽ നിറയാൻ ഒരുങ്ങി പ്രാർത്ഥിക്കണം. കാലത്തിന്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അത്തിമരത്തിന്റെ തളിർപ്പ്, മതപീഡനം, വിശ്വാസത്യാഗം, സ്നേഹരാഹിത്യം, പാപത്തിന്റെ വർധനവ്, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികള് എന്നീ തുടങ്ങിയ അടയാളങ്ങളിലൂടെ ഈ കാലഘട്ടത്തിലെ ദൈവജനം എപ്രകാരം പ്രാർത്ഥിക്കണം, അവരെ തന്നെ വിശുദ്ധീകരിക്കണം, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ പരിത്യാഗങ്ങൾ എടുത്ത് ഉപവസിച്ച് കർത്താവിന്റെ കൃപയോട് സഹകരിക്കണമെന്നൊക്കെ ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അത്തിമരത്തിന്റെ തളിർപ്പിനെ കുറിച്ചാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ഇസ്രായേൽ ജനത ഒരു അത്ഭുതവും അടയാളവുമാണ് നമ്മൾ കണ്ടു. അതിന് രണ്ടാം പാർട്ടിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൈപ്പിടിച്ച് നടത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 32 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളകാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ് ഈ തിരുവചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, നിന്റെ ആഗമനത്തിന് അടയാളം പറഞ്ഞു തരണം. കർത്താവ് വ്യക്തമായി അവരോട് പറഞ്ഞു, നിങ്ങൾ അത്തിയിൽ നിന്ന് പഠിക്കണം. ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചിതറിക്കപ്പെട്ട യഹൂദ ജനതയെ ദൈവം വീണ്ടും ഒരുമിച്ച് കൂട്ടിയത്? അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ ജനത ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ്. പുറപ്പാടിന്റെ പുസ്തകം 6 അധ്യായം 7 വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: ഞാൻ നിങ്ങളെ എന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അബ്രഹാമിനും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ചെയ്ത ഉടമ്പടി പ്രകാരം വാഗ്ദാന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അപ്പൊ എന്തിനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുവന്നത്? ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല. തന്റെ ഉടമ്പടി ദൈവം പൂർത്തീകരിക്കുകയാണ്. തന്റെ ജനത്തോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ അവിടുന്ന് നിറവേറ്റുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13 അധ്യായം 14, 15 തിരുവചനങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: അബ്രഹാം, നീ നോക്കിക്കണ്ട പ്രദേശം മുഴുവൻ ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി തന്നിരിക്കുന്നു. ആ ദേശത്ത് എന്നേക്കുമായി പാർക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 24 തിരുവചനത്തിൽ വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്: സകല ജനതകളിൽ നിന്നും എല്ലാ ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്വന്തം ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും. സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 8 വചനത്തിൽ കർത്താവ് വീണ്ടും ഈ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ഉത്തരദേശത്തു നിന്നും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അന്ധന്മാരും ചെകിടന്മാരും മുടന്തന്മാരും ഗർഭിണികളും മുലയൂട്ടുന്നവരും ഈറ്റുനോവ് അനുഭവിക്കുന്നവരുമായ ഒരു വലിയ ജനക്കൂട്ടമായിരിക്കും അത്. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഞാൻ നിങ്ങളെ
നിങ്ങളെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ആ ഉടമ്പടി ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഒരു വലിയ സമൂഹമായി ഞാൻ നിങ്ങളെ എല്ലാം കൂട്ടിവരുത്തുമെന്ന് കർത്താവ് വീണ്ടും വാഗ്ദത്തം ചെയ്യുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 15-16 തിരുവചനങ്ങളിൽ കർത്താവിന്റെ വചനം ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. തങ്ങളെ തുരുത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവാണെന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായി കൊടുത്ത അവരുടെ സ്വന്തം ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരും. 1900 വർഷക്കാലം ലോക ചരിത്രത്തിൽ സ്വന്തമായി വീടോ മണ്ണോ ബന്ധങ്ങളോ ആരാധന സ്തംഭമോ പുരോഹിതന്മാരോ രാജാക്കന്മാരോ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ ജനതയെ എങ്ങനെ ഒരുമിച്ച് കൂട്ടാനാ? എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോക ജനത ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനതയുടെ റിസ്റ്റോറേഷൻ അത് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. യുണൈറ്റഡ് നേഷൻ പറഞ്ഞു ഇമ്പോസിബിൾ. രാഷ്ട്രതന്ത്രജ്ഞന്മാര് പറഞ്ഞു നടക്കത്തില്ല. പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞു അത് ചിന്തിക്കുക പോലും വേണ്ട. എന്നാൽ സർവജ്ഞാനിയും സർവശക്തനുമായ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കത് അസാധ്യമാകാം, എന്നാൽ എനിക്കത് പോസിബിൾ ആണ്. എന്റെ ജനത്തെ അവിടെ പിതാക്കന്മാർക്ക് ഞാൻ ഉടമ്പടിയായി കൊടുത്ത ആ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. ലോക ജനതയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ബൈബിളിലെ ദൈവം ചരിത്രത്തിലെ ദൈവമാണ്. ഇത് ചരിത്ര സംഭവങ്ങളാണ്. ഒരു നിരീശ്വരവാദിക്കും ഒരു യുക്തിവാദിക്കും ഭൗതികവാദിക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ എവിഡൻസ്, തെളിവെന്ന് പറയുന്നത് ചരിത്രത്തിൽ നിറവേറപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ അവരുടെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ലോക ചരിത്രത്തിൽ പ്രധാനമായും 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ യഹൂദ ജനതയെ പിടികൂടും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ സഹോദര സഹോദരി, ലോക ചരിത്രത്തിൽ ആരാണ് ഈ മീൻപിടുത്തക്കാര്? ആരെയും മീൻപിടുത്തക്കാര് ഒരു മറ്റാരുമല്ല, ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. 1914 ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുകയാണ്. ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ സഖ്യകക്ഷികളും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ എതിർ ടീമുകളും സഖ്യകക്ഷികൾ യുദ്ധത്തിൽ ജയത്തോടെ മുന്നേറുകയാണ്. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന്റെ ഗതി മാറി. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ എതിർ ടീമുകൾ ജയത്തിന്റെ പാതയിലോട്ട് അടുക്കുകയാണ്. ഈ സമയത്ത് ബ്രിട്ടനിൽ പ്രവാസിയായി കഴിഞ്ഞിരുന്ന യഹൂദ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ചിയാം വൈസ്മാൻ. അദ്ദേഹം ഒരു വലിയ മെഡിക്കൽ പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തത്തിലൂടെ TMT എന്ന് പറയുന്ന ഒരു ഫോർമുല അദ്ദേഹം കണ്ടുപിടിക്കും. ഈ ഫോർമുല അദ്ദേഹം ബ്രിട്ടന്റെ അധികാരികൾക്ക് കൈമാറുകയാണ്. ഈ ഫോർമുല ഉപയോഗിച്ച് പരാജയത്തിന് വക്കിൽ നിന്ന സഖ്യകക്ഷികൾ വലിയ തോതിൽ മാരകമായ സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കുകയാണ്. അങ്ങനെ അത്ഭുതകരമായി ആ യുദ്ധത്തിൽ സഖ്യകക്ഷികൾ വിജയിക്കുകയാണ്. സഖ്യകക്ഷികളുടെ വിജയത്തിന്റെ കണ്ടുപിടുത്തം വലിയ ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അധികാരികൾ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ചിയാം വൈസ്മാനെ വിളിക്കുകയാണ്. അദ്ദേഹത്തോട് പറയും, നിങ്ങളുടെ ഈ മഹത്തരമായ കണ്ടുപിടുത്തമായിരുന്നു ഈ യുദ്ധത്തിന്റെ വിജയത്തിന് നിർണായകമായ ഒരു പങ്ക് വഹിച്ചത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണം വേണോ? നിങ്ങൾക്ക് പ്രമോഷൻ വേണോ? എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ചിയാം വൈസ്മാൻ അദ്ദേഹം തികഞ്ഞൊരു ദേശസ്നേഹിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടൻ അധികാരികളോട് പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ വാഗ്ദാന ദേശം ഞങ്ങൾക്ക് വേണം, എനിക്ക് അത് മതി. ബ്രിട്ടന്റെ പട്ടാള നായകൻ അല്ലൻബിയുടെ നേതൃത്വത്തിൽ ഒരു പട്ടാളം മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തോട്ട് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച്, തുർക്കികളെ തോൽപ്പിച്ച് ബ്രിട്ടൻ ഈ പ്രതലം സ്വന്തമാക്കുകയാണ്. 1917 നവംബർ മാസം 2-ാം തീയതി
ബ്രിട്ടന്റെ പാർലമെന്റിൽ പ്രശസ്തമായ ഒരു ഡിക്ലറേഷൻ നടന്നു. നമ്മൾ ഹിസ്റ്ററിയിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ബാൽഫോർ ഡിക്ലറേഷൻ. ബ്രിട്ടീഷ് പാർലമെന്റ് ഡിക്ലെയർ ചെയ്തു, യഹൂദന്മാർക്ക് അവരുടെ പുണ്യഭൂമിയായ വാഗ്ദാന ദേശത്തേക്ക് തിരിച്ചു പോകാം, മടങ്ങിപ്പോകാം. എന്നാൽ അവിടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദാനമായി കൊടുത്ത ദേശത്തേക്ക് പോകുവാൻ തയ്യാറായില്ല. കാരണം ലോകത്തിന്റെ ഉന്നതമായ ശ്രേണികളിൽ ഇവർ രാജാക്കന്മാരായി വാഴുകയായിരുന്നു. വലിയ വലിയ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബാങ്ക് ഓഫീസേഴ്സ്, ഒരുപാട് സമ്പത്തും സുഖ സൗകര്യങ്ങളുമായി രാജാക്കന്മാരെ പോലെ ഇവർ വാഴുന്ന സമയത്ത് മഴ പോലും പെയ്യാത്ത തരിശു ഭൂമികളായ മൊട്ടക്കുന്നുകളായ പാറക്കെട്ടുകൾ നിറഞ്ഞ ആ ദേശത്തേക്ക് ഞങ്ങൾ എന്തിനു പോകണം? 1900 വർഷം നാടും വീടും ദേശവും മണ്ണും വിട്ടുപോയ ഇവരെ ആര് തിരിച്ചു കൊണ്ടുവരാനാണ്? ദേശസ്നേഹമൊക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, പിതൃബന്ധങ്ങളൊക്കെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവരാരും ഈ ദേശത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറായില്ല. ഏകദേശം ഈ ഡിക്ലറേഷൻ സമയത്ത് 1,00,000 പേരാണ് ഈ ഡിക്ലറേഷന് ശേഷം ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്തിയത്. എന്നാൽ വീണ്ടും കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. കാരണം യഹൂദൻ തിരിച്ചു വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രോഗ്രാം തെറ്റും. അതൊരിക്കലും തെറ്റുകയില്ല. കാരണം കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് വീണ്ടും എന്ത് സംഭവിച്ചു? 16-ാം വചനത്തിന്റെ 2-ാം പാർട്ടിൽ വ്യക്തമായി വചനം പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. ഈ നായാട്ടുകാർ അവരെ വന്ന് പിടികൂടും. നായാട്ടുകാരെ ഭയപ്പെട്ട് യഹൂദ ജനത പാറയിടുക്കുകളിലും മലകളിലും ഗുഹകളിലും വസിക്കും. എന്നാൽ ഈ നായാട്ടുകാർ അവരെ വേട്ടയാടി പിടിക്കും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ ആരായിരുന്നു ഈ നായാട്ടുകാരെ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും കാണുകയാ. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കർത്താവിന്റെ പുസ്തകത്തിലൂടെ എത്ര അപ്ഡേറ്റ് ആണ് വിശുദ്ധ ബൈബിൾ. ആരാണ് ഈ നായാട്ടുകാരെ? ഇത് മറ്റാരുമല്ല, ഹിറ്റ്ലറിന്റെ നാസി പട്ടാളമാണ്. ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. 2-ാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറിന്റെ നാസി പട്ടാളം ഏകദേശം 60 ലക്ഷത്തോളം വരുന്ന യഹൂദരെ കൊന്നൊടുക്കുകയാണ്. നിങ്ങൾ ആ രംഗം വീഡിയോയിലൂടെ നോക്കിയേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആ കാലഘട്ടത്തിന്റെ രംഗങ്ങൾ. നോക്ക്, കർത്താവിന്റെ തിരുവെഴുത്തുകൾ എത്രയോ കൃത്യമാണ്. പ്രവാചകനായ ജെറമിയായിലൂടെ കർത്താവ് അരുളി ചെയ്തു, പാറയിടുക്കുകളിൽ നിന്നും മലയോരങ്ങളിൽ നിന്നും ഗുഹകളിൽ നിന്നും നായാട്ടുകാർ അവരെ വേട്ടയാടി പിടിക്കും. അവസാന യഹൂദനെ നിക്കാക്കളിയില്ലാതായി. യഹൂദൻ പറഞ്ഞു, മൊട്ടക്കുന്നെങ്കിൽ മൊട്ടക്കുന്ന്, തരിശുഭൂമിയെങ്കിൽ തരിശുഭൂമി. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ലോകത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചെങ്കിൽ യഹൂദനെ അത് വളരെ ലാഭമായിട്ട് മാറി. യഹൂദൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന പുണ്യഭൂമിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ലക്ഷക്കണക്കിന് യഹൂദർ അവരുടെ മാതൃദേശത്തേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ആ രംഗം വീഡിയോയിലൂടെ നോക്കിക്കേ. എന്തൊരു ഉല്ലാസത്തോടു കൂടെ, ആഘോഷത്തോടു കൂടെ ഇവര് പോണേ. ഇത് കുറെ പേര് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നു. നിങ്ങൾ ട്രെയിനൊക്കെ നോക്കി, നിങ്ങൾ അവർ പുഞ്ചിരിച്ച് ആഹ്ലാദിച്ചിട്ടാണ് പോകുന്നത്. ഒത്തിരി പേര് ഇതാ കപ്പലിൽ വരുന്നു. കൂട്ടമായി, ആയിരങ്ങൾ കൂട്ടമായി വരികയാണ്. വിമാനമാർഗം വരുന്നു. യഹൂദന് വലിയൊരു സന്തോഷം വരികയാണ്. എത്രയോ നൂറ്റാണ്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പുണ്യഭൂമി അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. കർത്താവിന്റെ വചനം എത്രയോ ശക്തമാണ്. അവിടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനമായി കൊടുത്ത അവിടെ സ്വന്തം ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ലോക ജനതയ്ക്കോ ലോകത്തിലെ ഭരണാധികാരികൾക്കോ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ കർത്താവ് തന്റെ തിരുവെഴുത്തുകൾ കൃത്യമായി നിറവേറ്റുക തന്നെ ചെയ്തു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു 3 കൊല്ലമേ കഴിഞ്ഞുള്ളൂ. 1948 മെയ് മാസം 14-ാം തീയതി ലോക ചരിത്രത്തിൽ അത്തിമരം തളിർത്തു.
അത്തിമരം തളിർത്തു. യേശു പറഞ്ഞു, അത്തിമരം തളിർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. കർത്താവിന്റെ വരവിന്റെ കാലമോ സമയമോ അറിയാനല്ല ഈ ശുശ്രൂഷ. അത് കർത്താവിന് വിട്ടുകൊടുക്കുക, അത് കർത്താവിന്റെ കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ ഒരുക്കമുള്ളവരാകുക. വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒരു അനുഗ്രഹമായി ജീവിക്കുക. കർത്താവിന്റെ സുവിശേഷം അനേകരോട് പങ്കുവെച്ച് 10,000-ങ്ങളെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കുക. അതിനുവേണ്ടിയാ ഈ വചന പരമ്പര നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്പമായിട്ടെങ്കിലും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരോട് നിങ്ങൾ ഇത് പങ്കുവെക്കണം. ദൈവസ്നേഹത്തിലേക്ക് അവരെ വഴി നടത്തണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ? നിങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.